അവസാനത്തെ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. അതൊരു ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ടെമ്പററി ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് ആണ്. ഇനി പറയാൻ പോകുന്ന ലാസ്റ്റ് വൺ സർജിക്കൽ മെത്തേഡ് അഥവാ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. സർജിക്കൽ അഥവാ സ്റ്റെറിലൈസേഷൻ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ലാസ്റ്റ് പറയുന്ന കോൺട്രാസെപ്റ്റീവ് പേരിൽ തന്നെ സർജിക്കൽ, എന്തെങ്കിലും സർജറി ചെയ്തുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉണ്ട്. സോ അതിന് പകരമുള്ള ഓപ്പോസിറ്റാണ് ഫെർട്ടിലിറ്റി ഇല്ലാത്തതാണ് സ്റ്റെറിലിറ്റി. സോ സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ സർജിക്കലി റിമൂവ് ചെയ്യുക. സോ സർജിക്കൽ മെത്തേഡ് അഥവാ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. അതിൽ നമ്മൾ പറഞ്ഞ ടെർമിനൽ ഏറ്റവും അവസാനം ചെയ്യുന്നൊരു മെത്തേഡ്. ഇനി ഒരിക്കലും നമുക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസെപ്ഷൻ വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ഉറപ്പിക്കുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ കപ്പിൾസ് തീരുമാനിക്കുന്ന മെത്തേഡാണ് ടെർമിനൽ മെത്തേഡ്, അതാണ് സർജിക്കൽ മെത്തേഡ് അഥവാ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. സോ ടെർമിനൽ മെത്തേഡാണ് എന്തിനു വേണ്ടിയുള്ളത്? ടു പ്രിവെൻറ്റ് എനി മോർ പ്രഗ്നൻസീസ്. ഇനി ഒരിക്കലും പ്രഗ്നൻസി വേണ്ട അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവണ്ട, ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ഉറപ്പിക്കുന്ന അവസാനത്തെ ഒരു ടെർമിനൽ മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് അഥവാ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടുകളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലറായിട്ട് ഗ്യാമെറ്റ് മൂവ് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുക, ടൈ ചെയ്ത് വെക്കുക, കെട്ടിവെക്കുക. അങ്ങനെ അവരുടെ പാസേജ്, ഗ്യാമെറ്റിൻ്റെ പാസേജ് തടയുക എന്നുള്ളതാണ് ഈ ടെർമിനൽ മെത്തേഡിൻ്റെ ഉദ്ദേശം. സോ സർജിക്കൽ ഇൻ്റർവെൻഷൻ, സോ സർജിക്കലി ഈ പറഞ്ഞ ഗ്യാമെറ്റ് മൂവ് ചെയ്യുന്ന അത് ഏത് ഭാഗമാണോ മെയിലിൽ ഫീമെയിലുള്ളത് അവിടെ ഇൻ്റർവെൻഷൻ, അവിടെ ഇടപെട്ട് ബ്ലോക്ക് ചെയ്യണം. എന്താ ബ്ലോക്ക് ചെയ്യണേ? ഗ്യാമെറ്റുകളുടെ ട്രാൻസ്പോർട്ട്. ഗ്യാമെറ്റ് ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ചെയ്യുന്നു ബൈ സർജിക്കൽ ഇൻ്റർവെൻഷൻ. സോ അങ്ങനെ ഗ്യാമെറ്റുകളുടെ മൂവ്മെൻറ്റ് തടസ്സപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? കൺസെപ്ഷൻ അഥവാ പ്രഗ്നൻസി തീർച്ചയായും തടയും. അത് പെർമനൻ്റ് ആയിട്ട് തന്നെ തടയുന്നു. ടെമ്പററി അല്ല, പെർമനൻ്റ് ആയിട്ട് തടയുന്നതുകൊണ്ടാണ് നമ്മളതിനെ ടെർമിനൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഗ്യാമെറ്റ് ട്രാൻസ്പോർട്ടിനെ സർജിക്കലി ഇൻ്റർവെൻഷൻ മൂലം ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ കൺസെപ്ഷൻ അഥവാ പ്രഗ്നൻസിനെ തടയുന്ന മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് അഥവാ സ്റ്റെറിലൈസേഷൻ. ഇവിടെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവർ തടയണേ? മെയിലിന് ഫീമെയിലുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് അവർ തടയുന്നത്, ഗ്യാമെറ്റ് മൂവ് ചെയ്യുന്ന ആ പാത്ത്. ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് പാസേജ് ഓഫ് സെമൻ ഇൻ മെയിൽ. മെയിലാണെങ്കിൽ സെമൻ പാസ് ചെയ്യണ അത് ഏത് വഴിയാണോ അത് ബ്ലോക്ക് ചെയ്യുന്നു. അതുപോലെ ഫീമെയിലാണെങ്കിൽ അവരുടെ ഗ്യാമേറ്റ് ഏതാണ്? ഓവ. സോ ഓവ എന്ന് പറഞ്ഞ ഗ്യാമേറ്റ് ഫീമെയിലിൽ തടസ്സപ്പെടുത്തുന്നു, സെമൻ മൂവ് ചെയ്യണ പാസേജ് മെയിലിൽ. സോ സെമൻ്റെ പാസേജ് മെയിലിലും ഓവയുടെ പാസേജ് ഫീമെയിലും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കില്ല? കൺസെപ്ഷൻ അഥവാ പ്രഗ്നൻസി നടക്കില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ്, ഈ ടെർമിനൽ മെത്തേഡ് വളരെ ഇഫക്റ്റീവാണ്, ഹൈലി ഇഫക്റ്റീവാണ്. സോ നമ്മൾ അറ്റ് ദ എൻഡ് ടെർമിനലായിട്ട് ഇനി ഒരിക്കലും വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഈ മെത്തേഡ് ചൂസ് ചെയ്യണം. 1 2 അല്ലെങ്കിൽ 3 എത്ര കുട്ടികളാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിന് ശേഷം ഇനി വേണ്ടാന്ന് ഉറപ്പിക്കുന്ന ഒരു സമയത്താണ് ഈ മെത്തേഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഹൈലി ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് റിവേഴ്സിബിലിറ്റി ഈസ് വെരി ലോ. തിരിച്ച് ഇതിനെ പഴയ പോലെ നോർമൽ ഒരു കണ്ടീഷനാക്കി മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് വളരെ വെരി ലെസ് ചാൻസ് മാത്രമേ ഉള്ളൂ. സോ റിവേഴ്സിബിലിറ്റി തിരിച്ച് നോർമലാക്കി വെക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. സോ റിവേഴ്സിബിലിറ്റി വെരി ലോ ആണ്, ഹൈലി ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ 2 മെത്തേഡുകൾ, മെയിലിനും ഫീമെയിലിനും ചെയ്യുന്ന 2 മെത്തേഡുകളാണ്. ഒന്നാമത്തേത് വാസെക്ടമി, മെയിലിൽ ചെയ്യുന്ന മെത്തേഡാണ് വാസെക്ടമി. സോ സർജിക്കൽ മെത്തേഡാണ്. അതിൽ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ മെയിലിൽ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് വാസെക്ടമി. സോ മെയിലിൽ ചെയ്യുന്ന മെത്തേഡാണ് വാസെക്ടമി. അവിടെ എന്താണ് ആ ഗ്യാമെറ്റിൻ്റെ ട്രാൻസ്ഫറിനെ പാസേജിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഏത് ഭാഗമാണെന്ന് നോക്കിയേ? സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസിലൂടെയാണ് മെയിൽ ഗ്യാമെറ്റ് മൂവ് ചെയ്യുന്നത്. സോ അതിൻ്റെ അവിടെയുള്ള വാസ് ഡിഫറൻസിനെ ബ്ലോക്ക് ചെയ്യലാണ് നമ്മൾ പറയുന്ന വാസെക്ടമി. പേരിൽ തന്നെയുണ്ട് വാസ് ഡിഫറൻസ്, അതായത് വാസെക്ടമി. സോ സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡിഫറൻസിൻ്റെ ഒരു ചെറിയ ഭാഗം റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തിട്ട് ബാക്കി ടൈഡ് അപ്പ്, കെട്ടിവെക്കുന്നു. സോ കട്ട് ചെയ്ത് കെട്ടിവെക്കും 2 അറ്റവും. വാസ് ഡിഫറൻസ് വരുന്നുണ്ട്. ആ 2 ഭാഗവും റിമൂവ് ചെയ്ത് മാറ്റി ബാക്കി 2 ഭാഗത്ത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പാസേജ് നടക്കില്ല,
ഏതിൻ്റെ സ്പേമിൻ്റെ പാസേജ് നടക്കില്ല. ത്രൂ എങ്ങനെയാണ് അത് ഏതിലൂടെയാണ് ഇവർ ഈ സർജിക്കൽ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെന്ന് നോക്കി. ത്രൂ സ്മോൾ ഇൻസിഷൻ ഓൺ ദ സ്ക്രോട്ടം. മെയിലിൽ ആ സ്ക്രോട്ടത്തിലൂടെ ചെറിയൊരു ഇൻസിഷൻ മുറിവുണ്ടാക്കി അതിലൂടെ വാസ് ഡിഫറൻസിനെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റി റിമൂവ് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ടൈ അപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. സോ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഫലമായിട്ട് പാസേജ് ഓഫ് സ്പേം ബ്ലോക്ക്ഡ് ഇൻ വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസിലൂടെ സ്പേമിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ വാസ് ഡിഫറൻസിലൂടെയുള്ള സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെ റിമൂവ് ചെയ്ത് ടൈ ചെയ്തോടുകൂടി അതിലൂടെ കണക്ഷൻ ഇല്ല, അത് ബ്ലോക്കായി. അങ്ങനെ പാസേജ് നഷ്ടപ്പെടുന്നു മെയിലിൽ. സോ മെയിലിൽ യൂസ് ചെയ്യുന്ന സർജിക്കൽ അഥവാ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് വാസെക്ടമി. വാസ് ഡിഫറൻസിൻ്റെ ഒരു ചെറിയ ഭാഗം റിമൂവ് ചെയ്ത് ടൈ ചെയ്ത് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അത് സ്ക്രോട്ടത്തിലൂടെ ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ട് ഇൻസിഷൻ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് സ്പേം അവിടെ വാസ് ഡിഫറൻസിൽ ബ്ലോക്ക്ഡ് ആവണം. അടുത്ത മെത്തേഡ് ട്യൂബക്ടമി. ഫീമെയിൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ട്യൂബക്ടമി. അവിടെ തന്നെ നമ്മുടെ ഫെല്ലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയുന്ന ആ ഭാഗം. സോ സർജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഫീമെയിൽ വിളിക്കുന്ന പേരാണ് ട്യൂബക്ടമി. അവിടെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ സ്മോൾ പാർട്ട് ഓഫ് ഫെല്ലോപ്പിയൻ ട്യൂബ്. ഫെല്ലോപ്പിയൻ ട്യൂബിലൂടെയാണ് നമ്മുടെ ഓവത്തിൻ്റെ മൂവ്മെൻറ്റ് നടക്കണേ. സോ ഗാമെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണ പാസ് ചെയ്യണ ഏത് ഭാഗമാണോ അവിടെയാണ് നമ്മൾ റിമൂവ് ചെയ്യണതും അതുപോലെ ടൈ അപ്പ് ചെയ്ത് വെക്കുന്നതും. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഫീമെയിലിൽ ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു ചെറിയ ഭാഗം റിമൂവ് ചെയ്യുകയും അതിനുശേഷം അത് ടൈ അപ്പ് ചെയ്ത് വയ്ക്കും. കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളത് ടൈ അപ്പ് ചെയ്ത് കെട്ടിവെക്കുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ത്രൂ സ്മോൾ ഇൻസിഷൻ. ഇവിടെ സ്ക്രോട്ടത്തിലൂടെ ഇൻസിഷൻ നടത്തിയെന്ന് വെച്ചാൽ മുറിവ് നടത്തിയെന്ന് വെച്ചാൽ ഇവിടെ സ്മോൾ ഇൻസിഷൻ ഇൻ ദ എബ്ഡോമൻ. ഒന്നുകിൽ എബ്ഡോമനിലൂടെ ഈ പറഞ്ഞ ഫെല്ലോപ്പിയൻ ട്യൂബ് റിമൂവ് ചെയ്ത് ടൈ അപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ത്രൂ വെജൈന. ഒന്നുകിൽ വെജൈനയുടെ അല്ലെങ്കിൽ എബ്ഡോമനിലൂടെ ചെറിയ മുറിവേറ്റ് ചെറിയൊരു കട്ടിങ് നടത്തി അതിലൂടെ ഫെല്ലോപ്പിയൻ ട്യൂബിനെ റിമൂവ് ചെയ്ത് ടൈ അപ്പ് ചെയ്ത് കെട്ടിവെക്കുന്നു. അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ആസ് എ റിസൾട്ട് അവിടെയുള്ള ഫീമെയിൽ ഗാമെറ്റ് പാസേജ് ഓഫ് ഓവ ഈസ് പ്രിവെൻറ്റഡ്. സോ ഓവയുടെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പാസേജ് തടസ്സപ്പെടുത്തുകയാണ്. ഇത് ടെർമിനലായിട്ട് യൂസ് ചെയ്യണ മെയിലിലും ഫീമെയിലിലും യൂസ് ചെയ്യണ സർജിക്കൽ അഥവാ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് വാസെക്ടമി ഇൻ മെയിൽ. നമ്മുടെ വാസ് ഡിഫറൻസ് റിമൂവ് ചെയ്യുന്നു, ടൈ അപ്പ് ചെയ്യുന്നു, പാസേജ് ഓഫ് സ്പേം ബ്ലോക്ക്ഡ് ആവുന്നു. ട്യൂബക്ടമി ഇൻ ഫീമെയിൽ, അവിടെ ഫെല്ലോപ്പിയൻ ട്യൂബ് റിമൂവ് ചെയ്യുന്നു, ടൈ അപ്പ് ചെയ്യുന്നു. സോ പാസേജ് ഓഫ് ഓവ ഈസ് ബ്ലോക്ക്ഡ്. ഇത് ടെർമിനൽ മെത്തേഡാണ്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ ഗാമറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാണ്ടാവുമ്പോൾ പാസ് ചെയ്യാണ്ടാവുമ്പോൾ അവിടെ എന്ത് നടക്കില്ല? പ്രഗ്നൻസി അഥവാ കൺസെപ്ഷൻ നടക്കില്ല. ഇതാണ് അവസാനത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അതും സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡുകളാണ് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. അതായത് പെർമനൻ്റ് ആയിട്ട് ചെയ്യാവുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് വാസെക്ടമി. വാക്സെക്ടമി എന്ന് പറയുന്നത് മെയിലിൽ ചെയ്യണ സർജിക്കൽ അഥവാ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇത് ട്യൂബക്ടമി ഫീമെയിലിൽ ചെയ്യണ സ്റ്റെറിലൈസേഷൻ അഥവാ സർജിക്കൽ മെത്തേഡ്. സോ മെയിലിൽ ചെയ്യുന്ന വാസെക്ടമി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ വാസ് ഡിഫറൻസ് ആണിത്. ഈ വാസ് ഡിഫറൻസ് എന്ത് ചെയ്യണു കണ്ടോ? വാസ് ഡിഫറൻസിൻ്റെ ഒരു ഭാഗം നമ്മൾ മുറിച്ച് കെട്ടിവെക്കുകയാണ്. സോ വാസ് ഡിഫറൻസ് ടൈഡ് ആൻഡ് കട്ട്. സോ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് വാസ് ഡിഫറൻസിനൊരു കണ്ടിന്യൂവേഷൻ ഇല്ലാണ്ട് വരികയാണ്. വാസ് ഡിഫറൻസിൻ്റെ ഇവിടെ ഒരു ഭാഗം നമ്മൾ ഇവിടെ ടൈ ചെയ്ത് കട്ട് ചെയ്ത്. സോ ഇവിടെ മുറിച്ച് ഇവിടെ രണ്ട് ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല. സോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ സ്പേമിൻ്റെ പാസേജ് നടക്കില്ല, സ്പേമിൻ്റെ പാസേജ് ബ്ലോക്ക്ഡ് ആണ്. സോ അത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിലുള്ള സർജിക്കൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. രണ്ട് വാസ് ഡിഫറൻസിൻ്റെ അവിടെ ടൈ ചെയ്ത് കട്ട് ചെയ്ത്. സോ വാസ് ഡിഫറൻസ് ടൈഡ് ആൻഡ് കട്ട്. സോ ഇവിടെ മുറിച്ച് അത് കെട്ടി വെച്ചിരിക്കുകയാണ്. രണ്ട് സൈഡിൽ പാസേജ് ഇല്ല. അപ്പോൾ ബ്ലോക്ക്ഡ് ആവുകയാണ് ഈ സ്പേം അഥവാ മെയിൽ ഗാമെറ്റ്. അപ്പോൾ ഒരിക്കലും തന്നെ ഒരു ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യില്ല. ഇവിടെ തന്നെ അതിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫീമെയിലിൽ കാണുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞ പേരായിരുന്നു ട്യൂബക്ടമി. സോ വാസ് ഡിഫറൻസിന് ഇക്വലൻ്റ് ആയിട്ട് ഫീമെയിലുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞ ഫെല്ലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റ്. സോ നമ്മുടെ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യണ ഓവത്തിനെ കളക്ട് ചെയ്യണ നമ്മുടെ ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ടൈഡ് ആൻഡ് കട്ട്. അവിടെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുകയാണ്. ഉണ്ടോ? മുറിച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ട് അത് കെട്ടി വെച്ചേക്കുക രണ്ട് സൈഡിലും. സോ രണ്ട് ഫെല്ലോപ്പിയൻ ട്യൂബും ഇതുപോലെ ടൈഡ് ആൻഡ് കട്ടാണ്. അപ്പം ഇവിടെയും അതെ, ഈ പാസ് ചെയ്യണ ഓവത്ത് ഇവിടേക്ക് കടന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള
ഒരു ചാൻസ് ഇല്ല, രണ്ട് സൈഡിലും അതിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്തേക്കാണ്. സോ ഓവത്തിൻ്റെ പാസേജ് ഇവിടെ ബ്ലോക്ക് ചെയ്തു, ഇവിടെ സ്പേമിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്തു. സോ രണ്ടിലും മെയിലിനും ഫീമെയിലിനും. സോ ഇവിടെ നമ്മൾ ട്യൂബിൽ ചെയ്യുന്നതുകൊണ്ട് ട്യൂബക്ടമി എന്ന് പറഞ്ഞു, ഇവിടെ വാസ് ഡിഫറൻസിൽ ചെയ്യുന്നതുകൊണ്ട് വാസ് ഡിഫറൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് വാസക്ടമി. സോ വാസക്ടമി ഇൻ മെയിൽ ആൻഡ് ട്യൂബക്ടമി ഇൻ ഫീമെയിൽ. സോ ഇവിടെ സ്പേമിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്തു, ഇവിടെ ഓവത്തിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്തു. സോ രണ്ടിലും ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരിലും നമ്മൾ പറയുന്ന പെർമനൻ്റ് ആയിട്ടുള്ള സർജിക്കൽ അഥവാ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. പിന്നെ ഒരു ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റിക്കുള്ള ചാൻസസ് ഇല്ല. സോ ഇത് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കോൺട്രാസെപ്റ്റീവ് പെർമനൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് വാസക്ടമി ഇൻ മെയിൽ, ട്യൂബക്ടമി ഇൻ ഫീമെയിൽ.